വാ സൂപ്പർ. അന്യ ടേസ്റ്റാ. ഇത് ചായയിലൂടെ മുക്കിയാലോ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. KL05 ബേബീസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്ന് രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതിരിക്കുകയായിരുന്നു. പനിയൊക്കെ ആയിട്ട് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ കേരളക്കരയായി അലിയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബൺമസ്കായ ഇറാനി ചായ എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ബൺമസ്ക വേണമെന്ന് 2 ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോ പോവാം. അപ്പൊ ഇതിനാവശ്യമായിട്ടുള്ളത് നമുക്ക് ബണ്ണാണ്. അപ്പൊ നമ്മൾ കട്ടിയുള്ള നല്ല ഇതിന് പറ്റിയ ബണ്ണാണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. അപ്പൊ ബണ്ണുണ്ട്, പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡ്, പിന്നെ വാനില എസൻസ്, പിന്നെ ബട്ടർ. ബട്ടർ നമ്മൾ 100 ഗ്രാമിന്റെ ബട്ടറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ 2 ഏലക്ക, കറുവപ്പട്ട, പിന്നെ മറ്റേ പൂ പോലത്തെ സാധനം അതിന്റെ ഒരു ഇതളുണ്ട്. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ചായക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചായ ആദ്യം തിളപ്പിക്കാൻ വെക്കാം. ഇപ്പൊ നമ്മുടെ മൈക്ക് പോയത് കാരണം സൗണ്ട് കുറവായിരിക്കേ. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പറയണം കേട്ടോ, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. അപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കയൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് 2 സ്പൂണ് തേയിലയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ല കടുപ്പം വേണം, അതുകൊണ്ട് നല്ല 2 സ്പൂണ് തേയില നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ഇതിനകത്തൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ 3 സ്പൂണ് മതിയായിരിക്കും. പോരെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ക്രീം റെഡിയാക്കാം. അപ്പൊ നമുക്ക് ഈ ബട്ടർ, നമ്മൾ ഉപ്പില്ലാത്ത ബട്ടറാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് ആദ്യം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് അതിനകത്തേക്ക് ഇട്ടാം. നമുക്ക് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഇവിടെ ഇട കുറവായിട്ട് നമ്മൾ അപ്പുറത്തെ മുറിയിൽ കൊണ്ടുവച്ചിട്ട് ബീറ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തുന്ന ബട്ടറിലേക്ക് നമുക്ക് ഒരു ഇതിന്റെ പകുതിയോളം മിൽക്ക് മെയ്ഡ് വെച്ച് കൊടുക്കാം. നമുക്ക് വാനില എസൻസ് കൂടെ ഇതിന്റെ ഒരു അടപ്പ് വെച്ച് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കിത് ഒന്നുകൂടെ നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പൊ നമ്മുടെ ബൺമസ്കയ്ക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചായ ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ചായ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല അടിപൊളി കടുപ്പാണ്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ നമ്മള് പാല് തിളയ്ക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ 1.5 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. അധികം വെള്ളം ചേർത്തിട്ടില്ല, കാരണം നമുക്ക് ചായ ഒഴിക്കാനുള്ളത് കൊണ്ട് അധികം വെള്ളം ചേർത്തിട്ടില്ലേ. നമുക്ക് പാലിന് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് പാല് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ബൺമസ്ക റെഡിയാക്കാം. നമുക്കിതിങ്ങനെ നല്ലതായിട്ട് നടുവെ മുറിച്ചെടുക്കണം. മുറിച്ചതിന് ശേഷം നമുക്ക് ഈ കത്തി കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ബട്ടർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം തേച്ച് കൊടുക്കാം. നല്ലതായിട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് അടച്ചിട്ട് പുറത്തോടെ തേച്ച് കൊടുക്കാം. കഴിക്കാനുള്ള ആൾക്കാരിവിടെ വെയിറ്റ് ചെയ്യുക. അതിന്റെ ഒച്ചമ്പളമൊക്കെ കേൾക്കാം. ഇതാണ് നമ്മുടെ ബൺമസ്ക. സിമ്പിൾ ആണ്, നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ ഇനി ബാക്കിയൂടെ പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാം. അപ്പൊ നമ്മുടെ പാല് തിളച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന മിൽക്ക് മെയ്ഡ് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ പാല് തിളച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊരു കപ്പിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ ബൺമസ്ക ഇറാനി ചായ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച ചായ ഒഴിച്ചു കൊടുക്കാം. നമ്മള് പഞ്ചസാര കുറച്ചിട്ടിരുന്നോണ്ട്, മറ്റേ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതുകൊണ്ട് പഞ്ചസാര കുറച്ചായിട്ടത്.
അപ്പൊ മധുരമൊക്കെ പാകത്തിനായിക്കാണ്, നമുക്ക് നോക്കാം. ചായ റെഡി, കണ്ടോക്കൂ. ഇതാണ് ചായ, ഇറാനി ചായ. സൂപ്പറാണോ? ക്രീം ആദ്യം നക്കുക. അവള് വരാതെ ക്രീം നക്കുക. ചായയിൽ മുക്കി നമുക്ക് കഴിക്കണ്ടേ. വാവ്, സൂപ്പർ. അന്യ ടേസ്റ്റാ. ഇത് ചായയിലൂടെ മുക്കിയാലോ? സൂപ്പർ സാധനമായിട്ട് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ. ഇത് പൊളി സാധനമാണ്, സൂപ്പർ ടേസ്റ്റ് ആണ്. ഇപ്പൊ നമ്മുടെ ഈ ബണ്ണിനാണെങ്കിലും നല്ല മയമുള്ള ബണ്ണും ഈ ക്രീമും കൂടി ആക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ്. ഈ ചായ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ മസാല ചായ തന്നെയാണ്, ഇച്ചിരി കടുപ്പം കൂടുതലാന്നേ ഉള്ളൂ. എന്നാലും നല്ല ടേസ്റ്റ് ആണ് ഇതില് മുക്കി ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം, വലിയ ചെലവൊന്നും ഇല്ല. അപ്പൊ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.